പട്ടാമ്പി ആമയൂരിൽ ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് പാറമടയിൽ മണ്ണ് കൂട്ടിയിട്ട സംഭവത്തിൽ ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധനയ്ക്കെത്തി. പ്രദേശത്ത് വലിയ തോതിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ വീണ്ടും പ്രക്ഷോഭമായി രംഗത്തെത്തിയിരുന്നു. കോറി ഉടമയുമായി നടത്തിയ ചർച്ചയിൽ ജിയോളജി വകുപ്പ് അധികൃതർ പറയുന്നത് പോലെ ചെയ്യാമെന്ന ധാരണയെ തുടർന്നാണ് ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. ജില്ലാ ജിയോളജിസ്റ്റ് MV വിനോദ്, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് VK രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പഞ്ചായത്തിലെ 12ാം വാർഡിലെ എരുമത്തടത്തെ കോറിക്ക് സമീപത്ത് കൂട്ടിയിട്ട വൻ മൺകൂന മഴയിൽ കുത്തിയൊലിച്ച് താഴ്വാരത്തെ വീടുകളിലേക്ക് എത്തിയതോടെയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. തുടർന്ന് റവന്യൂ അധികൃതർ പരിശോധന നടത്തി മണ്ണ് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകി. എന്നാൽ മണ്ണ് നീക്കം അശാസ്ത്രീയമാണെന്നാരോപിച്ച് വീണ്ടും നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ മണ്ണ് തട്ടുതട്ടുകളാക്കി മാറ്റി ഭൂവസ്ത്രം വിരിക്കുന്ന പ്രവർത്തികൾ കോറി അധികൃതർ നിർത്തിവെക്കുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയത്. കോറിക്ക് സമീപവും പ്രദേശത്തെ വീടുകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. കോറിയിൽ നിന്നും ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറ പൊട്ടിക്കൽ മൂലം പ്രദേശത്തെ വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചതും നാട്ടുകാർ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു. മണ്ണ് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഖനന വകുപ്പ് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ കൊട്ടാരത്തിൽ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാർക്ക് അനുകൂലമായ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല അറിയിച്ചു. എരുമത്തടം കോറിയുടെ പ്രശ്നത്തിനോടനുബന്ധിച്ച് ഇന്ന് ജിയോളജി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അവരായിട്ട് സംസാരിച്ചു. അവർ കോറിയുടെ പ്രദേശമൊക്കെ കണ്ടു. മണ്ണ് കൂനായിട്ടുള്ള പ്രദേശം പോയി കണ്ടു. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശവാസികൾക്കത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അവർ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് തന്നെ അതിന് തക്കതായൊരു മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് പ്രദേശവാസികളുടെ ആശങ്കയകറ്റി അവരുടെ ബുദ്ധിമുട്ട് മാറ്റും എന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതിനവർ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടില്ല. അതെന്തായാലും നാളെ ആകുമ്പോഴേക്കും വിവരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഇല്ല, ഇനി അവരുടെ അടുത്തുനിന്ന് ജിയോളജി വകുപ്പിൻ്റെ അടുത്തുനിന്ന് പോസിറ്റീവായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസ്സിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.